നീ എന്ത് കൊറേ നേരമായാലും ഓരോന്ന് ആലോചിച്ചോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. നാളത്തെ പ്രോജക്റ്റ് എന്റെ ചെയ്തു തരുമോ? എന്ത് പ്രൊജക്ട്? എന്ത് പ്രൊജക്ട്? തൂവലിന്റെ കളക്ഷൻ. തൂവലിന്റെ കളക്ഷനോ? അതിനെന്തിനാ എന്റെ ഹെൽപ്പ്? അച്ഛന്റെ ബാഗ് നോക്കിയാൽ അത് കിട്ടും. അച്ഛന്റെ ബാഗിൽ നോക്കിയാലേ ബേക്കറിയുടെ ബില്ലേ കിട്ടൂ. എടാ നിന്റെ അച്ഛനല്ലേ എന്റെ അച്ഛൻ. ആ വല്യ മാമനാ. ഓ അച്ഛന്റെ ഒട്ടകപ്പക്ഷിയുടെ ഒരു തൂവലുണ്ട്. ഒട്ടകപ്പക്ഷിയുടെ തൂവലുണ്ടോ? അച്ഛരിക്കുന്നു. അച്ഛാ ഇവനെത്തിരി കോഴിയുടെ തൂവൽ എടുത്തു കൊടുക്കോ? കോഴിയുടെ തൂവല് എടുത്തു കൊടുക്കോ? അച്ഛൻ കോഴീനും താറാവിനും കൊണ്ട് കിടക്കാണോ തൂവലെടുക്കാൻ? അയ്യോ അതല്ല, ഇവനൊരു പ്രൊജക്ടിന്റെ ആവശ്യത്തിന് വേണ്ടിട്ടാ. ചുറ്റപ്പയുടെ ഞാൻ താണ്ടി ഇത് ഈ സൈഡ് വഴി കയറി, നീ ആ സൈഡ് വഴി കയറി. ഒരു സെക്കൻഡ് എടാ അങ്ങോട്ട് കേറ്. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാ. നിക്ക് ഒരു സെക്കൻഡ്. കളിക്കല്ലേ ഇതൊക്കെയാണ് കറി. ഇത് എന്താ? ഓടി വാ ഇങ്ങോട്ട്. കളിക്കല്ലേ ഒരു സെക്കൻഡ്. കുഞ്ഞാണ്. പിന്നെ എന്തോ പ്രോജക്റ്റിന് വേണ്ടിട്ട് കോഴിയുടെ തൂവൽ വേണമെന്ന് പറഞ്ഞു. ആക്കിയതാണല്ലേ? എന്റെ തലയ്ക്കകത്ത് കോഴിയുടെ തൂവലൊന്നും ഇല്ല. എടാ ഇവനൊരു പ്രോജക്റ്റിന് വേണ്ടിട്ടാണ്. നിന്റെ പെങ്ങടെ കൊച്ചല്ലേ? പ്രോജക്റ്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയിട്ട് കൊടുക്കടാ. കൊടുക്കുന്നില്ല. പ്രോജക്റ്റ് എന്റെ തലയ്ക്കകത്ത് കോഴി തൂവലുന്നു. രതീഷേ അങ്ങോട്ട് വരൂ. കൊടുക്കോ? മക്കൾക്ക് തൂവലല്ലേ വേണ്ടേ? എത്ര തൂവൽ വേണം? തൂവലുള്ള എല്ലാ ജീവിയുടെയും തൂവല് വേണം. എല്ലാ പക്ഷികളുടെയും. ശരി തരാം. ചെല്ലു മക്കള് പോയി ചെന്ന് കുളിച്ച് വല്ലതും കഴുകി. തരാം. അവൻ പുറത്തോട്ടെങ്ങാണ്ട് പോയച്ചാ. ഉത്തമനാ ചേട്ടൻ അവിടെ എവിടെയും ഉണ്ട്. നീ ഫ്രീ ആണോ? ഗെയിം കളിക്കുക. അതെ തുളസി എന്നെ വിളിച്ചിരുന്നേട്ടാ. അച്ഛൻ ഇതുവരെ അയാളുടെ കാശ് കൊടുത്തില്ലേ? അയ്യോ അതൊക്കെ കൊടുത്തു. ഇത് വേറൊരു കേസാ. ഇന്നെന്താ കാര്യം? എടി അതായതേ വലിയൊരു ബിസിനസ് മാഗ്നറ്റ് തുളസിയുടെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ട്. നല്ല ബ്രൈഡൽ വർക്ക് കിട്ടുമായിരിക്കും. ചോദിച്ചു നോക്കാൻ പറ. അയ്യാ നിനക്കെപ്പോഴും നിന്റെ വർക്കിന്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ചിന്ത. എനിക്ക് എന്റെ കാര്യം നോക്കണ്ടേ? പിന്നെ അച്ഛൻ കാര്യം തെളിച്ചങ്ങോട്ട് പറ. എടി അതായത് അയാള് വലിയ ബിസിനസ്സുകാരനാ. അയാളുടെ മോക്ക് നല്ലൊരു ചെറുക്കൻ ആലോചിക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ സുമേഷിന്റെ ഈ ബിസിനസ് പ്രൊഫൈല് കണ്ടപ്പോ പുള്ളിക്ക് ഭയങ്കര താല്പര്യം. അങ്ങനെ തുളസിയോട് പറഞ്ഞതാ. വലിയ ബിസിനസ് മാഗ്നറ്റിന്റെ മോക്ക് ഈ സ്പീക്കറിന്റെ മാഗ്നറ്റും പെറുക്കിക്കൊണ്ട് നടക്കുന്ന ചെറുക്കൻ. അച്ഛന്റെ പറമ്പിൽ പണിയൊന്നും ഇല്ലേ? എടി അതല്ലടി, ഈ ബന്ധം എങ്ങനെ നടന്നാൽ ചിലപ്പോ നമ്മുടെ കുടുംബം മൊത്തം അങ്ങ് രക്ഷപ്പെടൂലേ? എന്റെ അച്ഛൻ തന്നെ പറയുന്നത് അച്ഛൻ കേൾക്കുന്നുണ്ടോ? ഇത്രയും വലിയ ആൾക്കാർക്കാണോ ഈ ചെറുക്കന്റെ ബന്ധം ആലോചിക്കാൻ പോകുന്നത്? എടി ചിലപ്പോ ഇതെങ്ങനെ നടന്നാലാ? അവനും ബിസിനസ്സിലല്ലേ താല്പര്യം. അതുവഴി അവൻ പിടിച്ചേറിയൊക്കെ പൊയ്ക്കോളൂന്നേ. എന്റെ ഇവനീ കാണിക്കുന്ന ഉടായ്പും ലൊട്ടൊലോടുക്ക് പണിയൊന്നും അല്ല ബിസിനസ്. ബിസിനസ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ലോകമാണ്. എടി എല്ലാ ബിസിനസ്സുകാരും ഇത് ഒരു ഉടായ്പും ലൊട്ടിലൊടുക്കും ഒക്കെ ആയിട്ട് തന്നെ തുടങ്ങുന്നത്. അല്ല കോടീശ്വരന്മാരായിട്ടൊന്നും അല്ല ജനിക്കുന്നത്. അച്ഛൻ എന്തിനാ ഇത്രയും കിടന്ന് ചൂടാവുന്നേ? പിന്നെ എങ്ങനെ ചൂടാവാതിരിക്കും? ഒരു നല്ലൊരു കാര്യം പറഞ്ഞു ഒരു ബാബുളൂർ തമാശ പറയുന്ന കേട്ടില്ലേ? അച്ഛൻ ഇരിക്കി. ഞാൻ തമാശ പറഞ്ഞതല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ഇരിക്കി. പറ ഇപ്പൊ എന്താണ് അച്ഛന്റെ പ്ലാൻ? എടി അയാൾക്ക് ഇങ്ങോട്ട് വന്നേ നമ്മളെയൊക്കെ ഒന്ന് കാണാനും പരിചയപ്പെടാനും ഈ വീടൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ തുളസി എന്നോട് ചോദിച്ചു ഇങ്ങോട്ട് പറഞ്ഞു വിടട്ടേന്ന്. അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞു? ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. നമുക്കിപ്പോ എന്തല്ലേ. അച്ഛാ കൊറേ നേരമായി അച്ഛൻ ബിസിനസ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റിന് ശരിക്കും എന്താ പണി? എടി അതായത് ഈ എന്തോ ഒരു കപ്പൽ പോലെ ഇരിക്കുന്ന ഒരു ഷൂ ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, ബൂട്ട്സ്. അതായത് ആ കമ്പനിയുടെ പേരിന്റെ അവസാനം എന്തോ ഒരു ലാൻഡ് എന്നൊക്കെ എന്തോ പറഞ്ഞല്ലോ തുളസി. ട്രീലാൻഡിന്റെ ഓണറോ? ചുമ്മാ ഇരിയാച്ചാ, അത് തന്നെയാണ് അച്ഛൻ കേട്ടത്. എടി അങ്ങേര് വലിയ ബിസിനസ്സുകാരനാണെങ്കിലേ മനസ്സ് വെറും പാവാ, നാട്ടുപുറത്തുകാരനാ. ട്രീലാൻഡിന്റെ ഓണറുടെ മോൾക്കാണോ നമ്മൾ സുമേനെ ആലോചിക്കുന്നത്? എന്താ കുഴപ്പം? എടി അവർക്ക് നല്ലൊരു പയ്യൻ വേണം, അത്രേ ഉള്ളൂ. എന്നാലും അച്ഛാ ഒരെന്നാലും ഇല്ല. ഇവിടെ എല്ലാരോടും പറഞ്ഞു. ഇവിടെ എല്ലാരോടും പറഞ്ഞായിരുന്നു. ആദ്യം ഞാൻ നിന്നെയാ കണ്ടത്. നിന്നോട് ആദ്യം പറയാന്ന് വിചാരിച്ചില്ലേ? നീ ചിലപ്പോ ഉറങ്ങിപ്പോണെങ്കിലോ? ഉറങ്ങിപ്പോവാത്ത എല്ലാരോടും ചെന്ന് പറ. എന്നിട്ട് എന്താ പറഞ്ഞൊന്നും കൂടെ ഒന്ന് പറയണേ. ആലോചിക്കാം. ശരിക്കും ട്രീലാൻഡ് ഓണറിന്റെ മോളെ കിട്ടുമായിരിക്കും.